എന്ത് തോന്നി കുംഭമേളയ്ക്ക് വന്നിട്ട്? നല്ലത്. കേരള കുംഭമേള അല്ലെ? ഇവിടെ വലിയ പ്രചാരണമായിരുന്നു, നശിപ്പിക്കുമെന്നുള്ള അല്ലെ? ഒരിക്കലും അല്ല. അതൊക്കെ അതിവിടെ ഓരോ കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അത് ക്ലീൻ ചെയ്യുന്നത് വളരെ നല്ല രീതിയിലാണ്. എന്ത് തോന്നി കുംഭമേളയ്ക്ക് വന്നിട്ട്? എവിടെന്നാ വരുന്നത്? തലശ്ശേരി. പേര്? സജിത്ത്. കുറെ പേരുണ്ടോ വന്നിട്ട്? 2 പേർ. എങ്ങനെ തോന്നി ഇവിടെ കുംഭമേള ഇവിടെ എത്തിയിട്ട്? നന്നായിട്ടുണ്ട്. ഇവിടെ ആളൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ വലിയ പ്രചാരണം കൊടുത്തിരുന്നത്. ആളുണ്ടോ? ഭയങ്കര ആള്. നട്ടുച്ച നേരാണ് അല്ലെ? ഇവിടെ സേവയും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളി. അതുപോലെ ഇവിടെ ഭാരതപ്പുഴ അഴുക്കാക്കുമെന്നൊക്കെ ഒരു വലിയ പ്രചാരണം കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്ത് തോന്നി ഇവിടുത്തെ ഭാരതപ്പുഴയുടെ ആ ഒരു വൃത്തിയെ കുറിച്ച്? ഭാരതപ്പുഴ പവിത്രമായിട്ടല്ലേ ഇരിക്കുന്നത്. അതിലൊന്നും കളങ്കമില്ല. ശരിക്കും നമുക്ക് കാണാൻ വേണ്ടി സൂക്ഷ്മം പരിശോധിച്ചാൽ വരെ നമുക്ക് ഒരാൾക്ക് കാണാൻ പറ്റുന്നില്ല. അത്രയും ക്ലിയർ ആയിട്ടാണ് ഇപ്പം ഭാരതപ്പുഴ. എത്ര 1000 ആൾക്കാർ ഇവിടെ വന്ന് പോകുന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷിച്ച അഴുക്കൊന്നുമില്ല. മനസ്സിൽ അങ്ങനെയുള്ള ഒരു ധാരണ ഉണ്ടെങ്കിലും അതൊക്കെ ഇവിടെ വന്നപ്പോ എല്ലാം മാറിയിട്ടാണ്. ഇനി ഇപ്പൊ വീട്ടില് ഒതുങ്ങിയിരിക്കുന്ന ഒരുപാട് ഹിന്ദുക്കൾ ഇനിയുണ്ട് അല്ലെ? എല്ലാരും ഇറങ്ങി വരണം. ഇത് കാണാത്തവരും കൂടി ഈ പരിപാടിയിൽ പങ്കെടുക്കണം തന്നെയാണ് അഭിപ്രായം. എന്താ പേര്? അങ്ങയുടെ പേര് മനോജ്. എന്ത് തോന്നി കുംഭമേളയ്ക്ക് വന്നിട്ട്? ഞങ്ങള് പത്തനംതിട്ട ജില്ലയിൽ നിന്ന് വന്നതാണ്. മുരളീദാസ് സാഗർ. എങ്ങനെ തോന്നി ഇവിടെ എത്തിയിട്ട്? വളരെ ഒരു ഭാഗ്യം പോലെ തോന്നുന്നു. ഇവിടെ വന്ന് കാണാനും ഒക്കെ സാധിച്ചതിൽ ഒക്കെ വളരെ ഭാഗ്യമായിട്ട് തോന്നുന്നു. ഇവിടെ സംഘാടനം എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും സംഘാടകർ തന്നെയാണ്. എന്ത് തോന്നി ഇവിടുത്തെ ആ ഒരു സംഘാടനത്തിന്റെ ആ ഒരു മികവ്? സംഘാടനം ഈ നദിയുടെ ക്രോസ് ചെയ്ത് താൽക്കാലിക പാലം നിർമ്മിച്ചിരിക്കുന്നു. അതുപോലെ ഒരു താൽക്കാലിക പന്തൽ നിർമ്മിച്ചിരിക്കുന്നു. സേവാഭാരതിയൊക്കെ വളരെ ശക്തമായിട്ടുള്ള സേവനങ്ങൾ ചെയ്യുന്നുണ്ട്. വളരെ സന്തോഷം. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നേരാണ് അല്ലേ? അതെ. ആളുകൾ കുറവുണ്ട് ഇവിടെ? കുറവൊന്നുമില്ല. ധാരാളം ആൾക്കാർ മറ്റുള്ള മാധ്യമങ്ങൾ ഇല്ല. ഞങ്ങള് വാഹനങ്ങൾ 1 കിലോമീറ്റർ പുറകിൽ പാർക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ അവിടുന്ന് 1 കിലോമീറ്റർ നടന്നാണ് നട്ടു. ഇപ്പൊ മണി 2:45 ആകുന്നതേ ഉള്ളൂ. നല്ല തിരക്ക്, നല്ല ചൂടുണ്ട്. അതൊന്നും വകവയ്ക്കാതെ ജനങ്ങൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. താൽക്കാലിക പാലത്തോടെ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുക. നമ്മുടെ സേവാഭാരതിയെ കുറിച്ച് എടുത്തു പറയേണ്ടതുണ്ട്. എങ്ങനെയാ പറയാ? സേവാഭാരതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാരതത്തിന്റെ ഒരു അസറ്റ് അല്ലേ? കേരളത്തിലെ സേവാഭാരതിയും ദേശീയ സേവാഭാരതി പ്രവർത്തനങ്ങൾ രാപ്പകലില്ലാതെ, വെയിലൊന്നോ മഴയൊന്നോ ഇല്ലാതെ, അല്ലെങ്കിൽ ഈ അർദ്ധരാത്രിയിൽ പോലും കഠിന പ്രയത്നം ചെയ്യുക, രാജ്യത്തിന് വേണ്ടി കഠിന പ്രയത്നം ചെയ്യുക. സേവാഭാരതിയെ പോലെ ഇതുപോലെ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാര്, സ്ത്രീകളൊന്നില്ല, പുരുഷന്മാരൊന്നില്ല, അവർ ഈ രാജ്യത്തിന് വേണ്ടി രാപ്പകലില്ലാതെ കഷ്ടപ്പെടാന്നിരിക്കുക. അതൊക്കെ നാടിന്റെ, ഭാരതത്തിന്റെ അഭിമാനമാണ് സേവാഭാരതി. ഈ ഭാരതപ്പുഴ അഴുക്കുണ്ടായിരിക്കും ഇത് പരിപാടി കഴിയുമ്പോൾ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. ഇതുവരെ ഒരു മാലിന്യങ്ങളും ഇല്ല. ഇത്ര ക്ലിയർ ആയിട്ട്. ഞാൻ പമ്പാ നദിയുടെ തീരത്ത് താമസിക്കുന്ന ആളാണ്, ചെറുകോൽപ്പുഴയില്. അവിടെ ഏഷ്യയിലെ ഏറ്റവും വലിയ ഹിന്ദുമത പരിഷത്ത് നടക്കുന്ന സ്ഥലമാണ് അവിടെ. അത് വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആളെന്ന നിലയിൽ അതിലൊക്കെ വളരെ ക്ലീൻ ആയിട്ടാണ് ഇപ്പോൾ നമ്മുടെ ഭാരതപ്പുഴ ഒഴുകുന്നത്. തീർച്ചയായിട്ടും അത് വളരെ ശുദ്ധമായി പരിപാലിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. എല്ലാ പ്രവർത്തകരും, എല്ലാ അംഗങ്ങളും ആ ഒരു നീറ്റ്നെസ് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. വളരെ സന്തോഷം. ചേച്ചി, ഇപ്പോൾ ഒരുപാട് ആളുകൾ വീട്ടിൽ നിന്ന് വരാതിരിക്കുന്നുണ്ട്. അവരോട് എന്താ പറയാനുള്ളത്? എല്ലാരും വന്ന് കാണണം എന്നാണ് അനുഭവിക്കണം. കേട്ടറിവ് പോരാ. അതെ. ഞങ്ങള് വലിയ ഇത് കാണാൻ പറ്റിയ നോർത്ത് ഇന്ത്യയിലൊക്കെ കേട്ടിട്ടുള്ള പരിചയല്ലേ? നമ്മുടെ നാട്ടിൽ ഇത് നടക്കുമ്പോ വന്ന് കാണാൻ ഒരു ഭാഗ്യം. അത് കാണാൻ വേണ്ടി വന്നതാണ്. ഇത്രയും ദൂരം ഇന്നലെ രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. എല്ലാം ഭഗവാന്റെ അനുഗ്രഹം. അതെ. എങ്ങനെയുണ്ട് കുംഭമേളയ്ക്ക് വന്നിട്ട്? നല്ല അനുഭവം. ഇതിനു മുന്നേ ഞാൻ വന്നിട്ടുണ്ട്. കേരളത്തിൽ ഇത്തരത്തിലൊരു വലിയൊരു ജനബാഹുല്യം ഇങ്ങനെ സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു? ആരും പ്രതീക്ഷിച്ചില്ല. നമ്മുടെ UP-യിലൊക്കെ പ്രയാഗ്രാജിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ അനുഭവം ഇവിടെ ഉണ്ടാവുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അല്ലെ? ഇവിടുത്തെ സേവാഭാരതിയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെ പറയേണ്ടതുണ്ട്? വളരെ ഗംഭീരമായിട്ട് നടക്കുന്നുണ്ടല്ല. അത് മാത്രമല്ല, സേവാഭാരതി ഇവിടെ നടക്കുന്നത് മാത്രമല്ല, ഇവിടുത്തെ എല്ലാ ജനങ്ങളും ഇതിൽ പങ്കാളികളാണ്. എന്തായാലും ഗംഭീരമാണ്. ഭാരതപ്പുഴയുടെ ആ ഒരു വൃത്തി അല്ലെ? അത് മലിനമാക്കുമെന്നുള്ളത് ഞാൻ കണ്ടിരുന്നു. വളരെ വൃത്തിയായിട്ടിരിക്കുന്നു, വളരെ ക്ലീൻ ആയിട്ടിരിക്കുന്നു. ഇവിടെ ഈ ഒരു മഹാമാഘ ഇവിടെ ആഘോഷിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ കാട് പിടിച്ച് കിടക്കുമായിരുന്നു ഇവിടെയൊക്കെ. അതൊക്കെ നമ്മുടെ ആളുകൾ, സേവാഭാരതിയുടെ പയ്യന്മാര്, കുട്ടികളൊക്കെ അതിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഇന്നിപ്പോ എങ്ങനെയുണ്ട് ഇവിടെ നോക്കുമ്പോ? പിന്നെ വളരെ ഗംഭീരമായിട്ട്, വളരെ നീറ്റ് ആയിട്ടിരിക്കുന്നു. ഇന്നത്തെ സംഗതികളുടെ 2 തലങ്ങളുണ്ട്. അതായത് ഒന്ന് ഈ ആധ്യാത്മികപരമായിട്ടുള്ള കാര്യങ്ങളും, പിന്നെ രണ്ടാമത് ഈ നാട് മൊത്തം നന്നാവുകയാണ്. നാട്ടിൽ എല്ലാവർക്കും ഇത്രയും കാലത്തെ വലിയൊരു ഉപജീവന മാർഗം കിട്ടുകയാണ്. 10-15 ദിവസത്തെ.
ഇവരാരും ഇപ്പൊ ഞാൻ നാട്ടുകാരോട് പലരോടും ചോദിക്കാറുണ്ട്, തീരെ പ്രതീക്ഷിച്ചിട്ടില്ല ഇത്രയും ഒരു കച്ചവടം കിട്ടുന്നത്. നാട്ടുകാർക്ക് അതൊരു ഭക്ഷണം, അവർക്കൊരു ഉപജീവന മാർഗമല്ലേ. ഒരു നാട് മൊത്തം നന്നാവുകയാണ്. നമ്മള് പ്രയാഗ്രാജിൽ കണ്ടതാണ് അവിടുത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള യോഗി ആദിത്യനാഥ് വര്യൻ. അദ്ദേഹം 75,000 കോടി അവിടേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് 75 ലക്ഷം കോടിയാണ് അവിടെ നിന്ന് ഉണ്ടാക്കിയത്. ഇവിടുത്തെ സർക്കാർ ഇത് കണ്ടുപഠിക്കേണ്ടതല്ലേ? ഇതിനെതിരെ സ്റ്റോപ്പ് മെമ്മോ കൊണ്ടുവന്ന സർക്കാരിനോട് എന്താ പറയാനുള്ളത്? അതെ, അതൊരു സംഗതിയാണിത്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ, അത് മതപരമായിട്ടുള്ള കാര്യങ്ങൾ എന്തായാലും, അതുകൊണ്ട് ഒരുപാട് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാവുന്നതാണ്. അത് ചെയ്യുന്നില്ല എന്നുള്ളത് അവരുടെ പിടിപ്പുകേടാണ്. നമ്മള് കാരണഭൂതൻ എന്ന് കേൾക്കാറുണ്ട് അല്ലെ? ഇവിടെ സ്റ്റോപ്പ് മെമ്മോ കൊണ്ടുവന്നത് ഒരു കാരണഭൂതമായില്ലേ ശരിക്കും? അല്ലെ? അത്ര കണ്ട ആളുകൾ അറിയാനത് ഒരു കാരണമായിരുന്നില്ലേ? അത് അതിന് എതിര് നിൽക്കല്ല വേണ്ടത്. ഏത് മതത്തിന്റെ ആയാലും ഇപ്പൊ മാരാവൺ കൺവെൻഷൻ നടക്കുന്നുണ്ട്, അല്ല മുസ്ലിംസിന്റെ എന്താ ഇവിടെ നടന്നിരുന്നു പറഞ്ഞു. എല്ലാ മതപരമായിട്ടുള്ള കാര്യങ്ങളെയും അനുകൂലിക്കുകയാണ് വേണ്ടത്. അന്ന് സർക്കാരിന് ഗുണമുണ്ടാവും. ഒരു വിഭാഗത്തെ മാത്രം അനുകൂലിക്കാതിരിക്കുക എന്നുള്ളൊരു പരാതി ഉണ്ട് എന്ന് പറഞ്ഞാൽ ശരിയാണോ? ഏതാ? ഹിന്ദു വിഭാഗത്തിന്റെ ആഘോഷങ്ങളായിക്കോട്ടെ, ഉത്സവങ്ങളായിക്കോട്ടെ, ഞാൻ പറഞ്ഞതാണ്. അങ്ങനത്തെ ഒരു തലത്തിൽ നിന്നിട്ടല്ല കാണേണ്ടത്. എല്ലാരും തുല്യതയോടെ കാണുമ്പോൾ എല്ലാത്തിനും പരമാവധി സപ്പോർട്ടും കൊടുക്കണം. അതുകൊണ്ട് സർക്കാരിന് ഗുണമുണ്ടേ. ഇപ്പൊ യോഗി ആദിത്യനാഥ് അവിടെ ഈ സപ്പോർട്ട് കൊടുത്തത് എന്തുകൊണ്ടാ? അദ്ദേഹത്തിന് അറിയാം സർക്കാരിന് അതുകൊണ്ട് ഗുണമുണ്ടെന്ന്. സാമ്പത്തിക നേട്ടം ഒരുപാടുണ്ടാവും. ഇപ്പൊ ഇത് ശരിക്കും ഉപയോഗിക്കായിരുന്നുവെങ്കിൽ സർക്കാരിന് ഒരുപാട് നേട്ടം ഉണ്ടാവുമായിരുന്നു, സാമ്പത്തിക നേട്ടം. ഇവിടുത്തെ സൗകര്യങ്ങളെ കുറിച്ചൊക്കെ എന്ത് തോന്നി? ഇവിടെ ഞാൻ ആദ്യത്തെ പ്രാവശ്യം വന്നപ്പോ ഇത്ര ഉണ്ടായിരുന്നു, ടോയ്ലറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ വളരെ ഗംഭീരമായിട്ടുണ്ട്. പാർട്ടിസിപ്പേഷനും ആൾക്കാരുടെ 500 ടോയ്ലറ്റിന് വേണ്ടിയിട്ടായിരുന്നു ഇവിടെ അപേക്ഷിച്ചിരുന്നത്. പക്ഷെ നമുക്ക് കിട്ടിയത് 50 ആയിരുന്നു അതല്ല ആദ്യ സമയത്ത്. പിന്നെ ഇപ്പൊ അത് ഇരട്ടിച്ചിരട്ടിച്ച് വരുന്നുണ്ട്. സർക്കാർ പോലും സമ്മതിച്ചു വരുന്നൊരു അവസ്ഥയുണ്ട്. അപ്പൊ ജനങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നടക്കണം. ജനാധിപത്യ രാജ്യത്ത് സർക്കാരിനോട് പറയാനുള്ള ഇങ്ങനത്തെ കാര്യങ്ങള് സാമ്പത്തികമായിട്ട് ഗുണപരമായിട്ടുള്ള രീതിയിലേക്ക് ഉപയോഗിക്കണം. അല്ലാതെ മുഖം തിരിഞ്ഞുന്ന ആർക്കെ നഷ്ടം? കാര്യങ്ങൾ നടക്കും എന്തായാലും. വരുന്ന പേര് ഞാൻ വട്ടാമി. എന്റെ പേര് പ്രദീപ് കുമാർ. എങ്ങനെയുണ്ട് കുംഭമേളയ്ക്ക് വന്നിട്ട്? അടിപൊളി. ഒരുപാട് ജനങ്ങളുണ്ട് അല്ലെ? ജനങ്ങളൊന്നും കൂടില്ല എന്നൊക്കെ പറഞ്ഞിരുന്നത്. എന്ത് തോന്നുന്നു ഇപ്പൊ ജനങ്ങൾ ഇത്ര കൂടുമ്പോ? ഒരു മഹാസംഭവം തന്നെ. പ്രചാരണങ്ങൾ നടന്നിരുന്ന വൃത്തിഹീനമാവും എന്നുള്ളത് എത്രയോ ഭംഗിയായിട്ട് നമുക്ക് സങ്കല്പിക്കാവുന്നതാണ്. സേവാഭാരതി അവര് നന്നായിട്ട് ദേഷ്യപ്പെടാതെ എല്ലാ കാര്യങ്ങളും കേരളത്തിൽ പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല. നമ്മുടെ ഭാഗ്യം. വെളിച്ചത്തിന്റെ നാട് അന്വേഷിച്ചിട്ടാണ് പുറത്തുള്ള എല്ലാ എന്താ പറയാ ഇംഗ്ലീഷുകാരും ബാക്കിയുള്ളൊക്കെ സദസ് തേടി വന്നതൊക്കെ. അങ്ങനെ ഇവിടെയുള്ള ഋഷിവര്യന്മാരെയും മഹർഷികളെയും മുനികളെയും എല്ലാം അവർക്ക് ഒരു അത്ഭുതമായിരുന്നു അത്. ഭാരതം എന്നും എപ്പോഴും ഇനിയും അത്ഭുതമായിരിക്കും. ഈ കുംഭമേള, കേരളത്തിന്റെ കുംഭമേള എന്ന് പറയുന്ന ഈ അത്ഭുതത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, കേരളത്തിന്റെ കുംഭമേള എന്ന് പറഞ്ഞാൽ ഇതൊരു മാമാങ്കായിരുന്നു. പണ്ട് കാലത്ത് രാജാക്കന്മാരും ചക്രവർത്തിമാരൊക്കെ ചെയ്തത്. അത് പിന്നെ മൺമറഞ്ഞു പോയി. അത് വീണ്ടും പുനരുദ്ധരിക്കാൻ വേണ്ടി വളരെ ഭാരതത്തിനോട് കടപ്പാടുള്ള എല്ലാ ഋഷികളും ഒക്കെ തന്നെയാണ് ഇപ്പോഴും ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അഘോരികളായാലും നാഗസന്യാസികളായാലും എല്ലാം ശങ്കരാചാര്യരുടെ പാരമ്പര്യത്തിലുള്ള എല്ലാവരും, നമ്മളും ഒക്കെ അതിൽ ഉൾപ്പെട്ടവരാണ്, നിങ്ങളും ഞാനും. ഗീതയിൽ പറയുന്നുണ്ട്, അധർമ്മം വിളയാടുമ്പോൾ ധർമ്മം പുനഃസ്ഥാപിക്കാൻ വീണ്ടും ഭഗവാൻ വരുന്നു കേട്ടിട്ടുണ്ട് അല്ലെ? എങ്ങനെയാണ് നമ്മുടെ സ്വാമിയുടെ ആ ഒരു രീതിയിൽ തന്നെ കണ്ടാൽ എങ്ങനെ പറയാൻ പറ്റും? ആനന്ദവന ഭഗവാൻ അവതരിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇപ്പം വളരെ വ്യക്തമായിട്ട് നമുക്ക് അറിയാലോ. ഭഗവാൻ അവതരിച്ചിട്ടില്ലെങ്കിൽ ഈ കാര്യങ്ങളൊന്നും നടക്കൂല. അതെ, ഹിന്ദു ഉണർന്നാൽ നമ്മൾ കേൾക്കാറുണ്ട് അല്ലെ? ഇവിടെ ഹിന്ദു ഉണർന്നോ? അല്ല, ഹിന്ദു ഉണർന്നാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾവി മാത്രമാണ്. ഹിന്ദു ഉണരണമെങ്കിൽ ഹിന്ദുവിന് കുറെ അടികൾ കിട്ടണം. അപ്പൊ കിട്ടി കഴിയുമ്പോ ഹിന്ദു ഉണരും. ഇപ്പൊ അടി കിട്ടി ഉണർന്നുകൊണ്ടിരിക്കുന്ന അല്ല, പിന്നെ ഇപ്പൊ ഉറങ്ങി കിടക്കുന്നവരെ നമുക്ക് എങ്ങനെയാണ് ഉണർത്താം? ഉറക്കം നടിക്കുന്നവരെ പറ്റൂല. അതാണ് അതിന്റെ വ്യത്യാസം. നമ്മളെ നന്നാക്കിയാല് നമുക്ക് നമ്മളെ കുടുംബത്തിനെ നന്നാക്കാൻ പറ്റും. ഈ കുടുംബത്തിനെ നന്നാക്കിയാൽ നമുക്ക്
സമൂഹത്തിനെ നന്നാക്കാൻ പറ്റും. സമൂഹത്തിനെ നന്നാക്കിയാൽ നമുക്ക് എന്താക്കും? രാഷ്ട്രത്തിനെ നന്നാക്കാം. രാഷ്ട്രത്തിനെ നന്നാക്കിയാൽ മാത്രമേ ഉള്ളൂ ലോകത്തിനെ നന്നാക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഒരിക്കലും എന്ന് പറഞ്ഞിട്ടില്ല, രാഷ്ട്രമാണ് നമ്മളെ മുന്നിൽ. രാഷ്ട്രം